സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നറിയാം. ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാല് MS വേർഡിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഓഫീസുകളിലും ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ട്രിക്കുകളാണ്. അപ്പൊ എല്ലാവരും ക്ലാസ് കാണുന്നു, ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ അറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ പുതുതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ഫാമിലി. നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കും അങ്ങനെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ MS വേർഡിന്റെ ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. സോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ട്രിക്സിന്റെ ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാല്, നമ്മളിവിടെ കുറച്ച് കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതിലെ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള അത്രയും കാര്യം നമുക്ക് ഒറ്റയടിക്ക് ക്യാപിറ്റൽ ലെറ്ററിലാണ് വേണ്ടത്. പക്ഷെ നമ്മൾ ടൈപ്പ് ചെയ്തപ്പോഴ് സ്മോൾ ലെറ്ററിലായി പോയി. പക്ഷെ നമുക്ക് അതിനെ ഇനിയും ക്യാപിറ്റൽ ലെറ്ററിലാണ് വേണ്ടത്. അപ്പൊ നമ്മൾ വീണ്ടും അതെല്ലാം കളഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഈ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതിനെ സിമ്പിൾ ആയിട്ട് എളുപ്പത്തിൽ തന്നെ നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിലോട്ട് മാറ്റാനായിട്ട് പറ്റും. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. സാധാരണ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാൻ നമുക്ക് അതിനകത്ത് പ്രോസസ്സിംഗ് ഉണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് എളുപ്പ വഴിയിൽ കൂടെ ചെയ്യാനായിട്ട് പറ്റും. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ ആക്കേണ്ട അത്രയും കാര്യത്തിനെ സെലക്ട് ചെയ്യണം. അതായത് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ മെഷീനാണ്. നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കുന്നോ ആ ഒരു കാര്യം മാത്രമേ അത് ചെയ്യത്തുള്ളൂ. അപ്പൊ നമുക്ക് എത്ര വരെയുള്ള കാര്യത്തിനെയാണോ ക്യാപിറ്റൽ ലെറ്റർ ആക്കി മാറ്റേണ്ടത് അത്രയും കാര്യത്തിനെ നമ്മൾ മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുവാണ് എനിക്ക് ഇത്രയും കാര്യത്തിനെയാണ് ക്യാപിറ്റൽ ലെറ്ററിലോട്ട് മാറ്റേണ്ടത്. അപ്പം എനിക്കിപ്പോ ഈ ഒരു 3 പാരഗ്രാഫിലെ ഈ ഒരു കാര്യത്തിനെയാണ് നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിലോട്ട് മാറ്റേണ്ടത്. അപ്പൊ ഈ 3 പാരഗ്രാഫിലുള്ള കാര്യത്തിനെയും നമ്മൾ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാല് നമ്മുടെ സ്ഥിരം ക്ലാസ് കാണുന്നവരൊക്കെ എക്സ്പേർട്ട് ആണെന്ന് തന്നെ പറയാം ഇപ്പം. കാരണം ഒരുപാട് പേരാണ് ഡെയിലി പേഴ്സണലായിട്ടും ഒക്കെ അവരുടെ സന്തോഷങ്ങൾ അറിയിക്കുന്നത്. കാരണം ഒന്നും അറിയാതിരുന്നിട്ടും ക്ലാസ്സുകളിലൂടെ പഠിക്കാൻ സാധിച്ചു, ഇപ്പൊ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു, പുതിയ ലാപ്ടോപ്പ് എടുക്കുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട്. ഒരുപാട് പേരാണ് ഡെയിലി കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടും ഞാൻ പറയുന്നത് ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതെന്താണ് എന്നറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എന്താ പറയാ സെലക്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പൊ അറിയാവുന്നവർ ചിലപ്പോൾ വിചാരിക്കുക ഇതൊക്കെ സിമ്പിൾ അല്ലേ, ഇത് ആർക്കും അറിയാത്തതെന്ന്. അപ്പൊ അറിയാത്തവരെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് പറയുന്നത്. അതായത് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം, സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് കൈ എടുക്കാൻ പാടില്ല, മൗസ് ഇങ്ങനെ മുന്നോട്ട് നീക്കുക. നമ്മൾ മുന്നോട്ട് നീക്കുന്ന അനുസരിച്ചിട്ട് ഓരോ ലൈനും ഇങ്ങനെ സെലക്ട് ആകും. അപ്പൊ ആദ്യത്തെ ലൈൻ സെലക്ട് ആയി കഴിയുമ്പോൾ മൗസ് ഇങ്ങനെ പയ്യെ ഒന്ന് താഴോട്ടാക്കുക. താഴോട്ടാക്കുമ്പോൾ താഴോട്ടുള്ള ലൈൻസ് എല്ലാം ഇങ്ങനെ സെലക്ട് ആകും. അങ്ങനെ നമുക്ക് എവിടെ വരെ വേണോ അത്രയും കാര്യം സെലക്ട് ആയതിനു ശേഷം, നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം മൗസിൽ നിന്നും കൈയെടുക്കുക. നമ്മൾ കൈയെടുത്ത് കഴിയുമ്പോൾ ആ ഒരു സെലക്ഷൻ പോകത്തൊന്നുമില്ല. നമുക്കത് ചെയ്യുമ്പോൾ കൃത്യമായിട്ടും മനസ്സിലാകും ആ സെലക്ട് ചെയ്യുന്നത്. കാരണം അതൊരു പ്രത്യേക കളറിൽ നമുക്കിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണും. ഇപ്പൊ ഇത് വീഡിയോയിൽ എത്രത്തോളം കാണുന്നതെന്ന് എനിക്ക് അറിയാൻ പറ്റത്തില്ല, പക്ഷെ നമുക്കത് ചെയ്യുമ്പോൾ മനസ്സിലാകും ആ കാര്യം സെലക്ട് ആവുന്നത്. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തു. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്യുക എന്ന് പറഞ്ഞാല് ലെഫ്റ്റ് ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക, നമുക്ക് ആവശ്യമുള്ള അത്രയും ഭാഗം ഇങ്ങനെ താഴോട്ട് മൗസ് കൊണ്ടുവരിക. മൊത്തം സെലക്ട് ആയി കഴിഞ്ഞ് മൗസിൽ നിന്നും കൈയെടുക്കുക. ഇനി ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാല് ഒരു എളുപ്പ വഴിയാണ്. കീബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു കീ ഉണ്ട്, ഷിഫ്റ്റ്. ആ ഷിഫ്റ്റ് എന്ന് പറയുന്ന കീയും അതുപോലെ തന്നെ ഫംഗ്ഷൻ കീയിലെ F3 എന്ന് പറയുന്ന കീയും കൂടെ ഒരേ സമയത്ത് പ്രസ് ചെയ്യണം. ദാറ്റ് മീൻസ് ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കണം, അടുത്ത ഫിംഗർ കൊണ്ട് F3യും പ്രസ് ചെയ്യണം. അതായത് ഈ 2 കീയും പ്രസ് ആയിരുന്നാൽ മാത്രമേ ഈ ഒരു കാര്യം അവിടെ വർക്കാകത്തുള്ളൂ. അപ്പൊ ഞാൻ ഷിഫ്റ്റ് F3യും പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ സെലക്ട് ചെയ്ത അത്രയും കാര്യം വിത്തിൻ സെക്കൻഡ്സ് തന്നെ മൊത്തം ക്യാപിറ്റൽ ലെറ്ററിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മളിത് മാനുവലി ഇരുന്ന് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ആവശ്യമാണ്. പക്ഷെ ഇത് വിത്തിൻ സെക്കൻഡ്സ് തന്നെ നമ്മൾ അതിനെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ സിമ്പിൾ ആണ്. നമുക്ക് ക്യാപിറ്റൽ ആക്കേണ്ട അത്രയും കാര്യത്തിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം കീബോർഡിലെ ഷിഫ്റ്റ് കീയും F3യും കൂടെ ഒരേപോലെ പ്രസ് ചെയ്യുക. അപ്പൊ ഒരു തവണ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മൊത്തം ക്യാപിറ്റലായി. ഇനി ഞാൻ ഒന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്യുവാണ്, ഷിഫ്റ്റ് കീയും അതുപോലെ തന്നെ F3യും ഒന്നും കൂടെ പ്രസ് ചെയ്തപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ കാര്യമെല്ലാം സ്മോൾ ലെറ്ററിൽ വന്നിട്ടുണ്ട്. അപ്പൊ സിമ്പിൾ ആണ് ക്യാപിറ്റൽ ലെറ്ററിലോട്ട് ആക്കാനും ക്യാപിറ്റൽ ലെറ്ററിലാക്കിയതിനെ സ്മോൾ ലെറ്റർ ആക്കാനും. അപ്പൊ ഇനി ഒന്നും കൂടെ നമുക്കൊന്ന് പ്രസ് ചെയ്യാം, ഷിഫ്റ്റ് F3. അപ്പൊ ഒന്നും കൂടെ പ്രസ് ചെയ്തപ്പോ എന്താ സംഭവിച്ചത്, എല്ലാ സെന്റൻസിന്റെയും ഫസ്റ്റ്
ആൽഫബറ്റ് ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ 3 തവണ ഇത് നമുക്ക് ഉപയോഗിക്കാം. 3 തവണ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ ഷിഫ്റ്റ് F3 മൊത്തം ക്യാപിറ്റൽ ആകും. വീണ്ടും ഷിഫ്റ്റ് F3 പ്രസ് ചെയ്യുമ്പോൾ മൊത്തം സ്മോൾ ലെറ്റർ ആവും. വീണ്ടും ഷിഫ്റ്റ് F3 പ്രസ് ചെയ്യുമ്പോൾ ആദ്യത്തെ ആൽഫബറ്റ് മാത്രം ക്യാപിറ്റൽ ആവും. ഓരോ സെന്റൻസിന്റെയും ആദ്യത്തെ ആൽഫബറ്റ് മാത്രം ക്യാപിറ്റൽ ആകും. അപ്പൊ നമുക്ക് ജോലി ചെയ്യുന്ന ഓഫീസിലൊക്കെ നമുക്ക് വളരെ എളുപ്പം നമ്മളുടെ ജോലിയുടെ സമയം ലാഭിക്കാനുള്ള എളുപ്പ വഴിയാണ്, ഒരു ട്രിക്കാണ് നമ്മളിപ്പോ പറഞ്ഞത്. ക്യാപിറ്റലും സ്മോളും അതുപോലെ തന്നെ ഓരോ സെന്റൻസിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആക്കുന്നത്. ഇനിയിപ്പോ നമ്മൾ പറയാൻ പോകുന്ന രണ്ടാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞാല് നമ്മള് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ആ നമ്പറിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ വേർഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ വലിയ നമ്പറുകളൊക്കെ ആണെങ്കിൽ നമ്മൾ റിട്ടേൺ ടൈപ്പ് ചെയ്യുന്നതിനെക്കാട്ടിലും എളുപ്പം നമുക്ക് അതിനെ സിമ്പിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിപ്പോ ഈ കാണുന്ന നമ്പറിനെയാണ് വേർഡ്സിലോട്ട് മാറ്റേണ്ടത്. അപ്പൊ ആ നമ്പർ ടൈപ്പ് ചെയ്തു. ഇനി ചെയ്യേണ്ട കാര്യം, ഇപ്പൊ ഈ നമ്പറിന്റെ സ്റ്റാർട്ടിങ്ങിൽ 4 ആണ്. അപ്പൊ 4ന്റെ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കീബോർഡിൽ ഒരു ഈക്വൽ സൈൻ ഉണ്ട്. അപ്പൊ ആ ഈക്വൽ സൈൻ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ചെയ്യേണ്ട കാര്യം, നമ്പറിന്റെ അവസാനത്തെ ലെറ്ററിന്റെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ കീബോർഡിൽ ഒരു ബാക്ക് സ്ലാഷ് ഉണ്ട്. സാധാരണ കാണുന്ന ചരിഞ്ഞ സ്ലാഷ് അല്ല, അല്ലാതെ ഒരു ബാക്ക് സ്ലാഷ്, പുറകോട്ടിരിക്കുന്ന ഒരു സ്ലാഷ് ഉണ്ട്. അതായത് എന്റർ കീയുടെ മുകളിൽ കാണാം. അപ്പൊ ആ ബാക്ക് സ്ലാഷ് ഒന്ന് പ്രസ് ചെയ്യണം. അതിനുശേഷം കീബോർഡിൽ സ്റ്റാർ എന്ന് പറയുന്ന സിമ്പൽ ഉണ്ട്. അപ്പൊ സ്റ്റാർ എന്ന് പറയുന്ന സിമ്പല് 8 എന്ന് പറയുന്ന കീയിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ 8 ആണ് വരുന്നത്. പക്ഷെ ആ ഒരു സ്റ്റാർ വരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിക്കണം. അടുത്ത ഫിംഗർ കൊണ്ട് ആ ഒരു സിമ്പൽ ഇരിക്കുന്ന 8 എന്ന് പറയുന്ന കീയും പ്രസ് ചെയ്യണം. ഒരേ സമയത്ത് 2 കീയും പ്രസ് ആയിരിക്കണം. എന്നാൽ മാത്രമേ ആ ഒരു സ്പെഷ്യൽ സിമ്പൽ അവിടെ വരത്തുള്ളൂ. ഇനി കാർഡ് ടെക്സ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. കാർഡ് ടെക്സ്റ്റ്. ഇനി ചെയ്യേണ്ട കാര്യം, നമ്മൾ ഈ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത്രയും കാര്യത്തിനെ സെലക്ട് ചെയ്യണം. അതായത് ലാസ്റ്റ് ക്ലിക്ക് ചെയ്താലും മതി. എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് മൗസ് ഇങ്ങനെ പുറകോട്ട് ഡ്രാഗ് ചെയ്യുക. അങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത്രയും കാര്യത്തിനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് മൗസ് എവിടെയെങ്കിലും ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ഇതിനകത്ത് എവിടെയെങ്കിലും മൗസ് ഇരുന്നോട്ടെ, അതൊന്നും വിഷയമല്ല. നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം, കീബോർഡില് കൺട്രോൾ കീ CTRL എന്ന് പറയുന്ന കൺട്രോൾ കീയും ഫംഗ്ഷൻ കീ ആയ F9 കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. F9 കൂടെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും കിട്ടും. അപ്പൊ ഈ ഒരു ബ്രാക്കറ്റ് അടുത്ത ലൈനിൽ പോയാൽ ജസ്റ്റ് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ബാക്ക് സ്പേസ് അടിച്ചു കൊടുക്കുക. അത് ആ ഒരു ലൈനിൽ ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി മൗസ് എവിടെയെങ്കിലും ഇരുന്നോട്ടെ, കുഴപ്പമില്ല. മൗസിന്റെ റൈറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്നും അപ്ഡേറ്റ് ഫീൽഡ് ഒന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് നമ്മൾ കൊടുത്ത നമ്പറിന്റെ വേർഡ്സ് അവിടെ വന്നിട്ടുണ്ട്. വലിയ വലിയ നമ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ കാണാൻ സാധിക്കും. ചെറിയ നമ്പർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്യുന്നതാണ് ബെറ്റർ. പക്ഷെ വലിയ നമ്പേഴ്സ് ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരുപാട് സമയമൊന്നും എടുക്കാതെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇനിയിപ്പോ നമ്മൾ പറയാൻ പോകുന്നത് മൂന്നാമത്തെ കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് കീബോർഡില് CTRL എന്ന് പറയുന്ന കീ. അതായത് കൺട്രോൾ കീ എന്ന് പറയും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എന്താ പറയാ മാജിക്കൽ കീ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു കൺട്രോൾ കീയെ. അപ്പൊ കൺട്രോൾ കീ വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതായത് നമ്മൾ കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് കീബോർഡിലെ റൈറ്റ് ആരോ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അപ്പൊ ജസ്റ്റ് ഞാനൊന്ന് ഓൺ സ്ക്രീൻ കീബോർഡ് ആക്കിയിട്ട് കാണിച്ചു തരാം. അപ്പം കാണാനും സാധിക്കും. ഓൺ സ്ക്രീൻ കീബോർഡ് എടുത്തു. ഇനി നമ്മുടെ റൈറ്റ് ആരോ അല്ലെങ്കിൽ അപ്പ് ആരോ അല്ലെങ്കിൽ ഡൗൺ ആരോ എന്ന് പറഞ്ഞാല് ഈ കാണുന്ന കാര്യമാണ്. മുകളിലോട്ടും താഴോട്ടും ലെഫ്റ്റിലോട്ടും അതുപോലെ തന്നെ റൈറ്റിലോട്ടും. അപ്പൊ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് റൈറ്റ് ആരോ പ്രസ് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പോകുന്നത്. അപ്പൊ ജസ്റ്റ് നമ്മള് ഈ സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു. വീഡിയോ എന്ന് പറയുന്നതിന്റെ ആദ്യം ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇനി കൺട്രോൾ കീയും അതുപോലെ തന്നെ റൈറ്റ് ആരോയും പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്, ഓരോ വേർഡ് ബൈ വേർഡ് ആയിട്ട് റൈറ്റിലോട്ട് പോകും. അതായത് കൺട്രോൾ കീയും റൈറ്റ് ആരോയും പ്രസ് ചെയ്യുമ്പോൾ ഓരോ വേർഡ് ബൈ വേർഡ് ആയിട്ട് കണ്ടോ പോകുന്നത്. കൺട്രോൾ കീയും റൈറ്റ് ആരോയും പ്രസ് ചെയ്യണം. അല്ലാതെ നമ്മൾ ജസ്റ്റ് റൈറ്റ് ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാല് ഇങ്ങനെയാണ് പോകുന്നത്. ഓരോ സ്പേസ് മുന്നോട്ടേ പോകത്തുള്ളൂ. ഓരോ വേർഡ് ബൈ വേർഡ് ആയിട്ട് പോകണമെങ്കിൽ കൺട്രോൾ കീയും റൈറ്റ് ആരോയും പ്രസ് ചെയ്യണം. അതായത് ഒരു ഫിംഗർ കൊണ്ട് കൺട്രോൾ കീ പ്രസ് ചെയ്തിരിക്കണം, അടുത്ത ഫിംഗർ കൊണ്ട് റൈറ്റ് ആരോയും പ്രസ് ചെയ്യണം.
ഇതിപ്പോ ഓൺ സ്ക്രീൻ കീബോർഡ് ആയതുകൊണ്ടാണ് നമ്മൾ കൺട്രോൾ പ്രസ് ചെയ്തതിന് ശേഷം റൈറ്റ് ആരോ പ്രസ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ കൺട്രോൾ കീയും റൈറ്റ് ആരോ ആണെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ വേർഡ് ബൈ വേർഡ് ആയിട്ട് പുറകിലോട്ട് പോകണമെങ്കിൽ കൺട്രോൾ കീയും ലെഫ്റ്റ് ആരോയും പ്രസ് ചെയ്താൽ മതി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫിംഗർ കൊണ്ട് കൺട്രോൾ പ്രസ് ചെയ്യണം, അടുത്ത ഫിംഗർ കൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ലെഫ്റ്റ് ആരോയും പ്രസ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ വേർഡ് ബൈ വേർഡ് ആയിട്ട് പുറകിലോട്ട് നമുക്ക് പോകും. ഇനി അങ്ങനെയാണെങ്കിൽ കൺട്രോൾ കീയും ഡൗൺ ആരോയും പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും നോക്കാം. കണ്ടോ, ഓരോ പാരഗ്രാഫ് താഴോട്ട് പോകും. 1 by 1 ആയിട്ട് ഓരോ പാരഗ്രാഫ് താഴോട്ട് പോകും. ഇനി മുകളിലോട്ട് പോകണമെങ്കിൽ കൺട്രോൾ കീയും അപ്പ് ആരോയും പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം 1 by 1 ആയിട്ട് ഓരോ പാരഗ്രാഫും മുകളിലോട്ട് പോകുന്നു. കർസർ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും മുകളിലോട്ട് ഓരോ പാരഗ്രാഫായിട്ട് 1 by 1 ആയിട്ട് പോവുകയാണ്. അപ്പൊ ഇതാണ് കൺട്രോൾ കീയുടെ കൂടെ നമ്മൾ ഈ ഒരു 4 ആരോയും ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇവിടെ ടെക്സ്റ്റിനകത്ത് സംഭവിക്കുന്ന കാര്യം. ഇനി നമ്മുടെ കയ്യിൽ ഒരു ഡോക്യുമെന്റ് ഉണ്ട്. ഈ ഒരു ഡോക്യുമെന്റിന്റെ പേജ് എത്രയെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് ഇതിന്റെ അവസാനത്തെ പേജിലോട്ട് പോകണം. നമ്മളിപ്പോ 1ാമത്തെ പേജിലാണ് നിൽക്കുന്നത്. നമുക്ക് ഇതിന്റെ അവസാനത്തെ പേജിലോട്ട് ഒറ്റയടിക്ക് പോകണമെങ്കിൽ കൺട്രോൾ കീയും എൻഡ് എന്ന് പറയുന്ന കീയും കൂടെ പ്രസ് ചെയ്താൽ മതി. കീബോർഡിൽ എൻഡ് എന്ന് പറയുന്ന കീ ഉണ്ട്. നമ്മുടെ ഡോക്യുമെന്റ് ഒരു 10 പേജ് ആയിക്കോട്ടെ 100 പേജ് ആയിക്കോട്ടെ, ഒറ്റയടിക്ക് തന്നെ നമ്മൾ അതിന്റെ അവസാനത്തെ പേജിൽ എത്തും. ഇപ്പൊ ഇത് 8ാമത്തെ പേജാണ്. സോ 8ാമത്തെ പേജിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ പോകണമെങ്കിൽ കുറെ സമയം എടുക്കും. അപ്പൊ പെട്ടെന്ന് എത്താനാണ് കൺട്രോൾ കീയും എൻഡും. ഇനി നമ്മൾ ഏറ്റവും അവസാനം എത്തി, പക്ഷെ നമുക്ക് ഏറ്റവും ആദ്യം പോകണമെന്ന് തോന്നിയാൽ അതിനും പറ്റും. കൺട്രോൾ കീയും ഹോമും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ ആ ഡോക്യുമെന്റിന്റെ ആദ്യത്തെ ആ ഒരു പേജിലോട്ട് പോകും. അതായത് ആദ്യത്തെ പേജിൽ ആദ്യത്തെ ലെറ്ററിന്റെ അവിടെ വന്ന് കർസർ നിൽക്കും. അപ്പൊ ഈ കൺട്രോൾ കീ ഒരു ഫിംഗർ കൊണ്ട് പ്രസ് ചെയ്ത് പിടിക്കണം, അടുത്ത ഫിംഗർ കൊണ്ട് ഈ പറയുന്ന ഹോം അല്ലെങ്കിൽ എൻഡ് പ്രസ് ചെയ്തിരിക്കണം. ഇത് ഓൺ സ്ക്രീൻ കീബോർഡ് ആയതുകൊണ്ടാണ് നമ്മൾ കൺട്രോൾ പ്രസ് ചെയ്തതിനു ശേഷം ഹോം പ്രസ് ചെയ്യുന്നത്. ഒന്നുകൂടെ കാണിക്കാം. കൺട്രോളും എൻഡ് അവസാനം പോവും, കൺട്രോളും ഹോം ആദ്യം പോവും. പിന്നെ നമ്മുടെ ഈ കൺട്രോളിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു 3 ഷോർട്ട് കട്ടുകളുണ്ട്. കൺട്രോളും എയും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെന്റിൽ എത്ര പേജ് ഉണ്ടോ അത്രയും പേജിലെയും കാര്യം ഒറ്റയടിക്ക് സെലക്ട് ആകും. കണ്ടോ, ഇതിപ്പോ 8 പേജ് ഉണ്ട്. 8 പേജിലെയും കാര്യം നമുക്ക് ഒറ്റയടിക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തൊന്നും സമയം കളയണ്ട. കീബോർഡില് കൺട്രോൾ കീയും ആൽഫബറ്റ് എയും കൂടെ പ്രസ് ചെയ്താൽ മതി. അതായത് ഒരു ഫിംഗർ കൊണ്ട് കൺട്രോളും അടുത്ത ഫിംഗർ കൊണ്ട് ആൽഫബറ്റ് എയും പ്രസ് ചെയ്യണം. ഒരേ സമയത്ത് ഈ 2 കീയും പ്രസ് ആയിരിക്കണം. ഇനി അടുത്തതാണ് വളരെ പ്രധാനപ്പെട്ട ഷോർട്ട് കട്ടാണ് നമുക്ക് കോപ്പി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതായത് കോപ്പി ചെയ്യേണ്ട കാര്യത്തിനെ സെലക്ട് ചെയ്യുക, അതിനുശേഷം കൺട്രോൾ സി, കൺട്രോളിന്റെ കൂടെ സി, ആൽഫബറ്റ് സി ഉപയോഗിച്ച് കോപ്പിയായി. നമുക്ക് പേസ്റ്റ് ചെയ്യണമെങ്കിൽ പേസ്റ്റ് ചെയ്യേണ്ട സ്ഥലം ചൂസ് ചെയ്യുക, അതിനുശേഷം കൺട്രോളും വിയും പ്രസ് ചെയ്താല് പേസ്റ്റ് ആകും. അപ്പൊ ഇതാണ് വളരെ പ്രധാനപ്പെട്ട 3 കീ കൺട്രോളിന്റെ കൂടെ ഉപയോഗിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ അപ്പൊ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അതായത് നമുക്ക് പാരഗ്രാഫിനെ ക്യാപിറ്റൽ ആക്കാനും സ്മോൾ ലെറ്റർ ആക്കാനും ഒക്കെയുള്ള എളുപ്പവഴിയും, നമ്പേഴ്സിനെ വേർഡ്സ് ആക്കാനുള്ള എളുപ്പവഴിയും, അതുപോലെ തന്നെ അത്രത്തോളം പ്രിയപ്പെട്ട അല്ലെങ്കിൽ അത്രത്തോളം പ്രധാനപ്പെട്ട കാര്യമാണ് കൺട്രോൾ കീയുടെ കാര്യം. ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഒരു മാജിക്കൽ കീ എന്ന് തന്നെ പറയാം ഈ ഒരു കൺട്രോൾ കീയെ. അത് ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. നമ്മളുടെ വർക്കുകൾ എളുപ്പമാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ അതിലെ വളരെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞത്. നമ്മൾ ലാസ്റ്റിൽ പറഞ്ഞ ആ ഒരു എല്ലാത്തിനെയും സെലക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ കോപ്പി ചെയ്യുന്നതും പേസ്റ്റ് ചെയ്യുന്നതും ഈ കാര്യങ്ങളൊന്നും നമ്മൾ മറന്നുപോലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൺട്രോളിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 കാര്യമാണ് ഹോൾ ഡോക്യുമെന്റിനെ സെലക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ കോപ്പി ചെയ്യുന്നതും പേസ്റ്റ് ചെയ്യുന്നതും. അപ്പൊ എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകളൊക്കെ കാണുക, ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചോ, നിങ്ങൾക്കത് എളുപ്പമായി ഒന്നുകൂടെ പറയുക. നാളെ ഇപ്പൊ നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. ബൈ ബൈ.